നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് MTS എന്ന മൊബൈൽ കമ്പനിയെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇനിയും ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ MTS 2017 കൂടിയാണ് ഇന്ത്യയിൽ സർവീസ് പൂർണ്ണമായിട്ട് നിർത്തിയത്. അതിന് നിർത്താൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2017 കൂടി അവർ ആർകോമുമായിട്ട്, അതായത് റിലയൻസുമായിട്ട് പൂർണ്ണമായിട്ട് ലയിച്ചു. അതോടുകൂടി കമ്പനി, അതായത് MTS പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ നിന്ന് ഇല്ലാതായി. 2008 MTS ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പോൾ 699 രൂപയ്ക്ക് MTSൻ്റെ ഹാൻഡ്സെറ്റും സിമ്മും അടക്കം വെറും 699 രൂപ എന്നായിരുന്നു പരസ്യം. ഡബിൾ ടോക്ക് ടൈമൊക്കെ ഉണ്ടായിരുന്നു. ഇത് പലരും അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്നു. അവർ CDMA നെറ്റ്വർക്കാണ് ഉപയോഗിച്ചിരുന്നത്. അതായത് ഇപ്പോൾ MTSൻ്റെ സിമ്മ് നമുക്ക് വേറൊരു ഫോണിലും ഇട്ടുപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. വേറൊരു ഫോണിലും MTSൻ്റെ സിമ്മ് ഇട്ടുപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. അത് തികച്ചും CDMA നെറ്റ്വർക്കായിരുന്നു. ആദ്യകാലത്ത് റിലയൻസൊക്കെ ഇറക്കിയതുപോലെ തന്നെ. 2012 2G സ്പെക്ട്രം അഴിമതി കേസിൽ സുപ്രീം കോടതി വിധി പ്രകാരം 122 ലൈസൻസ് റദ്ദാക്കിയപ്പോൾ അതിൽ MTSൻ്റെ പല സർക്കിളിലുള്ള ലൈസൻസുകൾ നഷ്ടപ്പെട്ടു. അങ്ങനെയാണ് അവർ ഇന്ത്യയിൽ പ്രവർത്തനം നിർത്താനായിട്ട് ഒരുങ്ങിയത്. അതിനുശേഷം അവർ ആർകോമുമായിട്ട്, റിലയൻസുമായിട്ട് അവർ ലയിച്ചു. ആർകോമുമായിട്ട് ലയിച്ചതോടുകൂടി MTSൻ്റെ കസ്റ്റമേഴ്സ് എല്ലാം, അതായത് നെറ്റ്വർക്കുകളെല്ലാം ആർകോമിൻ്റെ കീഴിലായി. അങ്ങനെ MTSൻ്റെ സിമ്മ് ഉപയോഗിച്ചുകൊണ്ടിരുന്നവരെല്ലാം റിലയൻസിലേക്ക് മാറേണ്ടി വന്നു. ജിയോയുടെ കടന്നു വരവോടുകൂടി അവർക്ക് വലിയ പ്രതിസന്ധി നേരിടേണ്ടി വന്നു. അങ്ങനെ അവർ വിപണിയിൽ നിന്നും പിന്മാറി. ഇപ്പോൾ ഇന്ത്യയിൽ MTS എന്നൊരു കമ്പനിയേ ഇല്ല. പക്ഷേ റഷ്യയിൽ ഇപ്പോഴും അവർ പ്രവർത്തിക്കുന്നുണ്ട്, MTS എന്ന പേരിൽ തന്നെ. അവർക്ക് ലൈസൻസുകൾ റദ്ദാക്കിയപ്പോൾ വലിയ സാമ്പത്തിക നഷ്ടം നേരിടേണ്ടി വന്നു. പ്രധാന കാരണം തന്നെ അതാണ്. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോൾ MTS എന്ന ബ്രാൻഡേ ഇല്ല. റഷ്യയിൽ ഇപ്പോഴും അവർ പ്രവർത്തിക്കുന്നുണ്ട്. ആർകോമുമായിട്ട് ലയിച്ച ശേഷവും അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. അതുകൊണ്ട് പൂർണ്ണമായിട്ട് അവർ ഇന്ത്യയിൽ നിന്നും വിട്ടുപോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുള്ളൂ. ഓക്കെ, താങ്ക് യു.